ഹായ് ഫ്രണ്ട്സ്, സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല മൂക്കാത്ത മാങ്ങ 4 കട്ട് ചെയ്ത് അതിലേക്ക് പച്ചമുളക്, കല്ലുപ്പ്, വിനാഗിരി ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഉപ്പിലിടുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, അതുപോലെ നല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, മാങ്ങ പീസായി എടുത്ത് കഴിക്കാൻ പറ്റുന്ന പോലെ ഉപ്പിലിടുന്നൊരു മാങ്ങ ഉപ്പിലിട്ടതാണ് ഇന്നത്തെ വീഡിയോ. അധികം മൂക്കാത്ത ഇതുപോലുള്ള ചെറിയ മാങ്ങകൾ എടുത്തിട്ടാണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്നത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ നീക്കം ചെയ്ത്, വെള്ള കുരുവെല്ലാം നീക്കം ചെയ്ത് അതിനുശേഷം ഇങ്ങനെ 4 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്നത്. മാങ്ങ ഇവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പീസാക്കി കട്ട് ചെയ്ത മാങ്ങ ഈ നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇതുപോലുള്ള ജാറിലേക്ക് ഇടുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് കല്ലുപ്പ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നല്ല കീറി വെച്ച പച്ചമുളക് ഒരു 2 എണ്ണം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ബാക്കി വരുന്ന മാങ്ങ പീസും കൂടെ ഇട്ട് കൊടുക്കാം. ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒരുപാട് നാളത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. 1 സ്പൂണും കൂടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വീതം വരുന്ന പോലെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മൂടിയിട്ട് അടച്ചിട്ടൊന്ന് നന്നായി ഷെയ്ക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. അത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ഈ പച്ചമാങ്ങ കടിച്ച് കഴിക്കുകയും ചെയ്യുക. അതിലേക്ക് എരിവും അതുപോലെ ഉപ്പും നന്നായി പിടിച്ചിട്ടുണ്ടാകും. ഒരു 3 ദിവസം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സലാം കമ്പ വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.